ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്ന് ഫോണിൽ മെമ്മറി സ്പേസ് ഇല്ല എന്നുള്ളത്. മെമ്മറി സ്പേസ് റണ്ണിങ് ഔട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞ് എല്ലാ സമയത്തും നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. കൂടുതൽ ആൾക്കാരും ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മെയിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ആദ്യം തന്നെ പറയുന്നത്, നിങ്ങളിപ്പോൾ വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മിക്ക ഗ്രൂപ്പുകളിലും ചിലപ്പോൾ 4 മിനിറ്റ് വീഡിയോ 5 മിനിറ്റ് വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ വാട്സപ്പ് വഴി ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക ഗാലറിയിൽ വന്ന് നിൽക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു 10-100 ഫോട്ടോസ് ഇങ്ങനെ ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഗാലറിയിലോട്ട് വന്നാൽ നമുക്ക് ചിലപ്പോൾ വേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. അല്ലാതാണെങ്കിൽ നമ്മുടെ ഒരുപാട് മെമ്മറി ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇതിലുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് നമ്മൾ ഏതാണോ വാട്സപ്പ് ഗ്രൂപ്പ്, ആ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് അതിലിതാ ഇവിടെ മീഡിയ വിസിബിലിറ്റി എന്നുള്ള പാർട്ട് ഓഫ് ചെയ്ത് വെക്കുക. അത് ഓഫ് ചെയ്ത് വെച്ചാൽ ആ ഗ്രൂപ്പിലോട്ട് വരുന്ന ഒരു ഇമേജസോ അല്ലെങ്കിൽ ഒരു വീഡിയോസോ നമ്മുടെ ഗാലറിയിലോട്ട് വന്ന് സേവ് ആവില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, പണ്ടുള്ള ഫോട്ടോസൊക്കെ ഇപ്പോഴും നമ്മുടെ ഫോണിൽ തന്നെ സൂക്ഷിക്കാമെന്ന് വെച്ചാൽ അത് സ്പേസിന് ഇഷ്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഹാർഡ് ഡിസ്ക് വാങ്ങിച്ച് അതിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ പെൻ ഡ്രൈവോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ മറ്റോ മാറ്റി സൂക്ഷിക്കുക. ഇനിയുള്ള കാര്യം, നമ്മൾ ചിലപ്പോൾ ഫോണിൽ അധികമൊന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അധികമൊന്നും ഫോട്ടോസ് ഉണ്ടാവില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചു. അതിൽ അധികം ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. ആകെ 1 മാസമൊന്നും ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത ശേഷം ഞാൻ എടുത്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത ശേഷവും എൻ്റെ ഫോണിൽ മെമ്മറി സ്പേസ് ഇല്ലാന്ന് കാണിച്ചു. അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എത്രയോ 20 മിനിറ്റ്സ് ലെഫ്റ്റ് എന്നുള്ള നോട്ടിഫിക്കേഷൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഓപ്ഷൻസൊക്കെ ഞാൻ ചെയ്ത് നോക്കി, എന്നിട്ടും പോകുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ട്. ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇതിൽ കണ്ടോ, വെറും 19 മിനിറ്റ് വീഡിയോ എടുക്കാനുള്ള മെമ്മറി മാത്രമേ എൻ്റെ ഈ ഫോണിലുള്ളൂ. പുതിയ ഫോണാണ്, അധികമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഇത്ര ഉണ്ടായാൽ പോരാ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് മാറ്റി എൻ്റെ ഗാലറിയിലുള്ള മിക്ക ഫോട്ടോസും ഞാൻ റിമൂവ് ചെയ്തു. ഇനി കുറച്ച് ഫോട്ടോസ് മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം വെച്ച് ബാക്കിയൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ എനിക്കുള്ള ഓപ്ഷൻ, ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കാണിച്ച തന്നെയാണ് ഈ ആപ്സ്. ആപ്സിൽ പോയി ഇതിൽ ഓരോ ആപ്പിനും എത്രമാത്രം മെമ്മറി കൺസംഷൻ വേണമെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് ക്യാമറയിൽ ഏതാണോ ആപ്പ്, ആ ആപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആ ആപ്പ് സെലക്ട് ചെയ്ത ശേഷം അതിൽ സ്റ്റോറേജ് പോയി ക്ലിയർ ക്യാഷ് സെലക്ട് ചെയ്യുക. ക്ലിയർ ഡാറ്റ സെലക്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇതിലിപ്പോൾ ക്യാമറയിലാകുമ്പോൾ ക്ലിയർ ഡാറ്റ സെലക്ട് ചെയ്യാം, അപ്പം പിന്നെ വീണ്ടും ഫ്രീ ആയി മെമ്മറി. അതുപോലെ തന്നെ ഗൂഗിളിൽ സ്റ്റോറേജ് പോവാം. 779 MB ആണുള്ളത്, 778 മാത്രമേ ആയിട്ടുള്ളൂ. ക്ലിയർ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് 421 MB ആയി. അപ്രോക്സിമേറ്റ്ലി 400 MB നമുക്ക് ഫ്രീ ആയി കിട്ടി. ഇതുപോലെ നമുക്ക് ഗാലറിയിലായിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക. ഗാലറി ഞാൻ ഓൾറെഡി എൻ്റെ ഇതിൽ മെമ്മറി ഫുള്ളായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ചെയ്തു. ഇത് ഓൾറെഡി ഗാലറിയിൽ പോയി സ്റ്റോറേജ് പോയി ക്ലിയർ ഡാറ്റ കൊടുത്തു, പിന്നീട് ക്ലിയർ ക്യാഷ് കൊടുത്തു, പിന്നെ ക്ലിയർ ഡാറ്റയും കൊടുത്തു. എന്നിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ ഇതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് നോക്ക് 252 GB യൂസ്ഡ് ആണ് കാണിക്കുന്നുള്ളത് 256-ൽ. ഇനി വേറൊരു ഓപ്ഷനാണ് ഞാൻ കണ്ടത്. ഇതാ ഇവിടെ റീസൈക്കിൾ ബീൻ കണ്ടു. മാനേജ് സ്റ്റോറേജ് പോയി. 98% യൂസ്ഡാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിയപ്പോൾ റീസൈക്കിൾ ബീനിൽ 331 GB റീസൈക്കിൾ ബീനിലാണ് ഉള്ളത്. ബാക്കി അൺയൂസ്ഡ് 2 GB ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്. ഇത് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് റീസൈക്കിൾ ബീനിലാണ്. അപ്പോൾ പിന്നെ അതെനിക്ക് ഡിലീറ്റ് ചെയ്താൽ പ്രശ്നമില്ലല്ലോ. റീസൈക്കിൾ ബീനിൽ പോവുക. ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് പോയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നോക്കാം. ഡിലീറ്റ് ഓപ്ഷൻ, എംപ്റ്റി, ഡിലീറ്റ്. ഓ മൈ ഗോഡ്, ക്ലിയറായി. ഇനി നമുക്ക് നോക്കാം. 64
പെർസെൻറ്റേജ് യൂസ്ഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഫോണിൽ സെറ്റിങ്സിലോട്ട് പോയി അതിൽ ആപ്ലിക്കേഷൻസിൽ ഏത് ആപ്ലിക്കേഷനാണോ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, മിക്കവാറും ഇപ്പോൾ ഇൻഷോട്ട് പോലുള്ള എഡിറ്റിംഗ് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലായിരിക്കും ചിലപ്പോൾ കൂടുതൽ മെമ്മറി യൂസ് ഉണ്ടാവുക. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഗൂഗിൾ, അല്ലെങ്കിൽ ഗാലറിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഗാലറി, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ പോയി അതിൽ സ്റ്റോറേജ് പോയി ക്ലിയർ ക്യാഷും ക്ലിയർ ഡാറ്റയും സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ റീസൈക്കിൾ ബിന്നുള്ള ഓപ്ഷൻ അത് എനിക്ക് തോന്നുന്നു S8 ഇല്ല, S8 ഫോണിലൊന്നും ഇല്ല. പകരം S23, S24 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിലാണ് ഈ റീസൈക്കിൾ ബിന്നുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അതിൽ പോയി റിമൂവ് ചെയ്ത അതിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന എല്ലാ ഫയൽസും അതിലോട്ടായും പോയിട്ടുണ്ടാവുക. അതിനെ കൂടി എംപ്റ്റി ചെയ്യുക. പിന്നെ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ എന്നോട് ചോദിച്ച ഡൗട്ടായിരുന്നു ഈ ക്ലിയർ ഡാറ്റ ക്ലിയർ ക്യാഷ് കൊടുത്താൽ പ്രശ്നമാവില്ല എന്നുള്ളത്. ക്ലിയർ ക്യാഷ് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല, ഒന്നും സംഭവിക്കാനില്ല. അതിൽ കുറച്ച് ക്യാഷ് മെമ്മറിയിലുള്ള സാധനങ്ങൾ മാത്രം ക്ലിയർ ആയി പോകുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ക്ലിയർ ഡാറ്റ കൊടുത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ അങ്ങനെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന പല ആപ്ലിക്കേഷനും ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലുള്ള പാസ്വേഡ് മിസ്സാവും. അതിൽ സേവ് ചെയ്തിരുന്ന ഡാറ്റ മൊത്തം മിസ്സാവുന്ന സമയത്ത് ഈ ഡാറ്റാസ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മിസ്സായാൽ നമ്മൾ വീണ്ടും പാസ്വേഡ് നമുക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല, അറിയാത്തവരാണെങ്കിൽ അത് ഒരു പ്രോബ്ലം ആയിട്ട് മാറും. പിന്നെ ഇപ്പോൾ ഫോണിലോട് OTP വന്നൊക്കെ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് തോന്നുന്നവർക്ക് ക്ലിയർ ഡാറ്റ കൊടുക്കണ്ട. പക്ഷെ ഇപ്പോൾ ഗാലറിയിലൊക്കെ ആണെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ഗാലറി അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ ക്ലിയർ ഡാറ്റ കൂടി കൊടുത്താൽ നമുക്ക് ഒരുപാട് മെമ്മറി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുന്നവരോ അല്ലെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വോയിസ് ചാറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ വോയിസ് നമ്മൾ സെൻഡ് ചെയ്യുന്നതും നമ്മൾക്ക് ഇങ്ങോട്ട് വരുന്നതും അതുകൂടാതെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഈ ഫോണിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. ഇപ്പം നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ തന്നെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് അതിൽ നമ്മുടെ ഫോൺ മെമ്മറി ക്ലിക്ക് ചെയ്ത് അതിനകത്തൊരു വാട്സപ്പ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൽ പോയി അതിൽ വാട്സപ്പ് സെൻഡ് ഐറ്റംസ് ഉണ്ടാവും, വാട്സപ്പ് ഇമേജസ് ഉണ്ടാവും, വാട്സപ്പ് വോയിസ് റെക്കോർഡർ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ പോയി അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്താൽ കുറച്ച് സ്പേസ് അതിലൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു സെൻഡ് ഐറ്റത്തിൽ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാത്ത ഇമേജസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെമ്മറി സ്പേസ് റണ്ണിങ് ഔട്ട് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസായി എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് വേറെ ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റിലൂടെ കൂടി അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.